गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। नमो भगवते नमो भगवते नित्य शुद्ध मुक्त महात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। न गुरुरधिकं तत्त्वं न गुरुरधिकं तपः तत्त्वज्ञानात् परं नास्ति तस्मै श्री गुरवे नमः। मौनव्याख्या प्रकटित परब्रह्मतत्त्वं युवानं वर्षिष्ठान्देव सदृशिगणैरावृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दरूपं स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे। ॐ नमः परमर्षिभ्यो नमः परमर्षिभ्यः। ഗുരുദേവ സത്സംഗം കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 19ാമത് ശ്രീനാരായണ ധർമ്മ പഠന ശിബിരത്തിലേക്ക് സമാഗതരായിരിക്കുന്ന ഇതിൻ്റെ നയിക്കുന്ന ആദരണീയരായ ബാബുരാജൻ സർ, മറ്റ് വിശിഷ്ട സംഘാടകരെ, ഈ ഒരു പഠന ശിബിരത്തിൻ്റെ മധുനുകരാനായി എത്തിയിട്ടുള്ള പഠിതാക്കളും ഗുരുപ്രേമികളുമായ സൂര്യസുഹൃതികളെ, എല്ലാവർക്കും ഈയുള്ളവളുടെ വിനീതമായ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ വിചാരത്തിൻ്റെ അനുസ്യൂതമായ ഒരു ഒഴുക്കാണ് കുറേ വർഷങ്ങളായി ഗുരുദേവ സത്സംഗത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവിനെക്കുറിച്ച് പറയുവാനും ഗുരു പറഞ്ഞത് പറയുവാനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഗുരുഭക്തരായിരിക്കുന്ന ആളുകൾക്ക് സത്സംഗത്തിൻ്റെ മധുരിമ നുണയാൻ കഴിയുന്നത്. ആ ഒരു മധുരിമയിലാണ് ഇന്ന് ഈ തിരക്ക് പിടിച്ച ദിവസങ്ങളും മറ്റുള്ള പരിപാടികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഗുരുവിൻ്റെ സ്നേഹാമൃതം നുകരുവാനായി എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നിങ്ങളുടെ മുന്നിലേക്ക് വളരെ കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ച് സംഘടിതമാക്കി വച്ചിട്ടുള്ള നല്ല ഒരു വിഷയാനുക്രമണികയുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിരിക്കുന്നത്. ഓരോ വ്യക്തികളും
എന്തു പറയണം, എന്തിനെക്കുറിച്ച് പറയണമെന്ന് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ രൂപകൽപ്പന ചെയ്ത ഈ ഒരു സത്സംഗത്തിൽ ഈ ഉള്ളവൾക്ക് കിട്ടിയിരിക്കുന്ന വിഷയവും അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയുടെ തത്വവും ലക്ഷ്യവും എന്നുള്ളതാണ്. ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആ വിഷയത്തെക്കുറിച്ച് അബദ്ധമായ ധാരണകൾ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ആ അബദ്ധധാരണകളെ സുബദ്ധമാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പഠന ശിബിരങ്ങളുടെ ലക്ഷ്യം. ഓരോ വ്യക്തിയും അവർക്കറിയുന്ന രീതിയിൽ ഗുരുവിനെ ആവിഷ്കരിച്ച് നാം കാണാറുണ്ട്. ഓരോ വ്യക്തിയും അവരുടെ മനോഘടനയനുസരിച്ച് സത്യത്തെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഓരോ വ്യക്തിയും അവരുടെ മനോധർമ്മമനുസരിച്ച് ഈശ്വരനെ വ്യാഖ്യാനിക്കുന്നത് നാം കേൾക്കാറുണ്ട്. പലപ്പോഴും ചില വ്യാഖ്യാനങ്ങളിൽ എന്തോ ഒരു വശപ്പിശക് നമുക്ക് തോന്നുന്നിടത്താണ് അതങ്ങനെയല്ല, ഇങ്ങനെയാണ് പറയേണ്ടിയിരുന്നത് എന്ന് കുറച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക് തോന്നുക. സത്യത്തിൽ അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ ആവിർഭാവം എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ വിഷയങ്ങളെയും എടുക്കുന്നത് ആ വിഷയങ്ങളെക്കുറിച്ചുള്ള വികലമായ ധാരണകളെ മാറ്റിക്കൊണ്ട് സത്യാനുഭൂതിയുടെ സാകല്യത്തിലേക്ക് ഒരു വിഷയത്തിലൂടെ തന്നെ നമുക്ക് പോകാൻ കഴിയും എന്നുള്ള പ്രാവീണ്യത്തെ നേടിയെടുക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം പഠന ശിബിരങ്ങൾ നമ്മളെ സഹായിക്കുക. ഇവിടെ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും ഈ ഗുരുദേവ സത്സംഗത്തിലെ സത്സംഗികൾക്ക് പുതുമയുള്ള ഒരു വിഷയമായിരിക്കില്ല. തീർച്ചയായും നിങ്ങൾ നിരന്തരമായി ഗുരുവിനെ വായിക്കുകയും കേൾക്കുകയും വിചാരം ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടമായതുകൊണ്ട് തന്നെ ഇതിലെ ഒരു കാര്യവും നിങ്ങൾക്ക് പുതുതായിരിക്കില്ല, ഒരു കാര്യവും നിങ്ങൾക്ക് അന്യമായിരിക്കില്ല. പിന്നെയും എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ വിഷയങ്ങളെ എടുത്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ തത്വത്തിൻ്റെ ആവർത്തനം നമ്മുടെ ബുദ്ധിയെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സ്ഥിതപ്രജ്ഞതയിലേക്ക് കൊണ്ടുപോകാൻ, പ്രജ്ഞ ഗുരുവിൽ തന്നെ സ്ഥിരപ്രതിഷ്ഠിതമായിരിക്കാൻ, നമ്മളുടെ ബോധം ഏതൊരു സത്യത്തിലേക്കാണോ കേന്ദ്രീകരിക്കേണ്ടത് ആ സത്യത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുവാൻ ആവർത്തനം സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഉപനിഷത്തുകളിലാണെങ്കിലും ശാസ്ത്രങ്ങളിലാണെങ്കിലും ഒരു കാര്യത്തെ തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും എന്തിനാ ഇത്രയധികം തവണ പറയുന്നത്. പക്ഷെ ഋഷിക്കറിയാം എത്ര വട്ടം പറഞ്ഞാലാണ് അത് നമ്മളിൽ പ്രതിഷ്ഠിതമാവുക എന്നുള്ള കാര്യം. അപ്പോൾ ഒരു വ്യക്തിയിൽ പ്രതിഷ്ഠിതമാകുന്നത് വരെ തത്വപ്രതിപാദനത്തെ കൊണ്ടുപോവുക എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രം അരുളി ചെയ്ത ശാസ്ത്രജ്ഞരായിരിക്കുന്ന ഋഷിവര്യന്മാരുടെയും ഉത്തരവാദിത്തമായിരുന്നു, കടമയായിരുന്നു. തത്വമസി എന്ന മഹാവാക്യത്തെ സാമവേദാന്തർഗതമായിരിക്കുന്ന ഛാന്തോഗ്യോപനിഷത്തിൽ ഗുരുവായിരിക്കുന്ന ഉദ്ദാലകൻ ശിഷ്യനായിരിക്കുന്ന ശ്വേതകേതുവിനോട് 9 തവണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 9ാമത്തെ വട്ടം തത്വമസി എന്ന് പറയുമ്പോഴാണ് ശ്വേതകേതുവിന് തത്വമസി എന്ന് പറയുന്ന ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നത്. അവിടെയാണ് ശ്വേതകേതു കൃതാർത്ഥനായിട്ട് പറയുന്നത് ധന്യോസി കൃതകൃത്യോസി എന്ന്. ഏതൊന്ന് കേട്ടാലാണോ ധന്യമാകുന്നത്, ഏതൊന്ന് കേട്ടാലാണോ കൃതാർത്ഥമായി തീരുന്നത്, അതെന്നിൽ അനുഭവമായി. അതുവരെ ഗുരുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഭൂയയേവ മാ ഭഗവാൻ വിജ്ഞാപയത്വിതി, എനിക്ക് കുറെ കൂടി പറഞ്ഞു തരൂ ഭഗവാനെ, കുറച്ചുകൂടി പറഞ്ഞു തരൂ ഭഗവാനെ എന്ന്. അപ്പോൾ വീണ്ടും പല പലമായിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ ഈ കുഞ്ഞിന് തത്വാവബോധം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഋഷി സമർത്ഥിക്കുന്നുണ്ട്. ഇത് ഭാരതീയ ചിന്തയുടെ അടിസ്ഥാന ഘടകമാണ്. ഈ ആവർത്തനങ്ങൾ പറയും തോറും കേൾക്കുന്നവൻ്റെ ഉള്ളിൽ, അനുവാചകൻ്റെ ഉള്ളിൽ ഉതിർന്നു വരുന്ന ഒരു കൈവല്യ നവനീതമുണ്ട്.
അത് അനുദിനം ഉണർന്നു വരുന്ന നവനീതമാണ്. ഓരോ തവണ നിങ്ങൾക്കറിയാം, ഗുരുദേവ കൃതികളെ സ്വാധ്യായത്തിന് വിധേയമാക്കുമ്പോൾ, ഗുരുദേവ കൃതികളെ വിചാരത്തിന് വിധേയമാക്കുമ്പോൾ, ഓരോ തവണ വായിക്കുമ്പോഴും തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞു വരുന്നത് പോലെ നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങളുടെ ആവിർഭാവം ഉതിർന്നു വരുന്നത്. 2023 ആത്മോപദേശ ശതകം വായിക്കുമ്പോഴുള്ള അന്തരാനുഭൂതിയല്ല 24 തുടക്കത്തിൽ ആത്മോപദേശ ശതകം വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത്രയും പത്തരമാറ്റ പുതുമയുള്ള ഒരു ദർശനത്തെ ഗുരു തന്നെ ദേവിയെ വർണ്ണിക്കുമ്പോൾ തെഴുമേനി എന്ന് പറയുന്നത് പോലെ, ഒരു തളിർമേനിയെ വർണ്ണിക്കുന്നത് പോലെ, ഒരു മരത്തിൽ, ഒരു വൃക്ഷത്തിൽ ഒരു എല്ലാ ഇലകളും കൊഴിഞ്ഞു പോയി പുതിയ നാമ്പുകൾ ഉടലെടുക്കുന്നത് പോലെ, കിസലയങ്ങൾ വരുന്നത് പോലെ, തളിരിലകൾ വരുന്നത് പോലെയാണ് ഒരു സാധകനിൽ ഗുരുവിനെ അനുസന്ധാനം ചെയ്യുമ്പോൾ അവൻ്റെ അന്തരാത്മാവാകുന്ന വൃക്ഷത്തിൽ തളിരിലകൾ നാമ്പെടുക്കുന്നത്. ഇത് ആരൊക്കെ ഗുരുവിനെ ആത്മാർത്ഥമായി സമീപിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ കൈവന്നിട്ടുള്ള ഒരു അനുഭവമാണ്. അത്രയും വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഗുരുവിൻ്റേത്. അതുകൊണ്ട് ഗുരു ആവിഷ്കരിച്ച എല്ലാവിധമായിരിക്കുന്ന സമ്പ്രദായങ്ങളിലും ഈ വ്യത്യസ്തതയും പുതുമയും ഉണ്ടായിരുന്നു. ഭാരതീയ ചിന്തയെ ഗുരു സ്വാംശീകരിച്ചതോടൊപ്പം, ഗുരു അംഗീകരിക്കുന്നതോടൊപ്പം, ഗുരു അതിനെ ആവിഷ്കരിക്കുമ്പോൾ വന്ന ആ പരമ്പരാഗതമായിരിക്കുന്ന മൂല്യങ്ങളെ ഉപേക്ഷിക്കാതെ അതിനെ ഒരു പുനർമൂല്യ നവീകരണം നടത്തുക എന്ന ഒരു ദൗത്യം ശ്രീനാരായണ ഗുരുവിൻ്റെ കർത്തവ്യങ്ങളിൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഒരു പശ്ചാത്തലത്തിലാണ് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയെയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ അതൊരു സവിശേഷമായ വിപ്ലവമായിരുന്നു. അതൊരു സവിശേഷമായ നവയുഗത്തിൻ്റെ പിറവിയായിരുന്നു. അതുവരെ ഇല്ലാതിരുന്ന ഒരു പിറവി. നമ്മൾ പറയും, നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, നവോത്ഥാനം എന്ന് പറയുന്നത് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായിരുന്നു എന്ന് പറയാറുണ്ട്. ശബ്ദിക്കാൻ മറന്നുപോയവൻ്റെ, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം ഗുരുവിലൂടെയാണ് ഉയിർക്കൊണ്ടത് എന്ന് വേണമെങ്കിൽ ആ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് ശബ്ദിക്കാൻ വയ്യ, എനിക്ക് ശബ്ദിക്കാനുള്ള അവസരമില്ല, ഞാൻ ശബ്ദിച്ചാൽ എന്ത് കരുതും, എനിക്ക് എന്ത് ശബ്ദ സ്വാതന്ത്ര്യമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നീയും അവരെപ്പോലെ തന്നെ സമാനനാണ് എന്നുള്ള മാനവികതയുടെ തുല്യ സന്ദേശത്തിലേക്ക് ഗുരു നമ്മളെ ചേർത്ത് നിർത്തുകയായിരുന്നു. അവിടെ ഒരു തരത്തിലുള്ള വിഭാഗീയതകളും കാണാതിരുന്ന ഗുരു മനുഷ്യ നന്മയെ ആകവേ ലാക്കാക്കിക്കൊണ്ട്, ഗുരുവിനെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഗുരു ഒട്ടും ഒരു ആൻറ്റി ബ്രാഹ്മണിക്കായിരുന്നില്ല. നമ്മളിങ്ങനെ പറയുമ്പോൾ ഗുരു ഒരു സവർണ വിരോധി എന്ന് ഒരിക്കലും ധരിക്കരുത്. ഗുരു ഒരു മനുഷ്യൻ്റെയും വിരോധിയായിരുന്നില്ല. പക്ഷേ ഗുരു എന്ത് ചെയ്തു? എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ഒരു പൊതു താല്പര്യത്തിലേക്ക്, ഒരു പൊതുബോധത്തിലേക്ക് ഗുരു കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരു കുറച്ച് പേര് മാത്രമല്ല മനുഷ്യൻ, ആരൊക്കെ ഇവിടെയുണ്ടോ അവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം. ഒന്നായ മാനവർക്കൊറ്റ നീതി, ഈ മണ്ണ് നമ്മുടെ ആകഭൂമി, ഒന്നായി പണിയെടുത്തുണ്ണണം നാം, എല്ലാവരും എല്ലാവർക്കും ഓമനകൾ എന്ന് ഗുരു നിത്യചൈതന്യതിയുടെ കവിത പോലെ. ഈ മണ്ണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മൾ മനുഷ്യരെക്കുറിച്ച് മാനവികത പറയുമ്പോൾ, മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യരല്ലാത്തതിനെയും ഉൾപ്പെടുത്തി പറഞ്ഞു തന്ന ഗുരുവിൻ്റെ ഒരു തലമുണ്ട്. പക്ഷെ ഗുരു കണ്ടു, ആദ്യം മനുഷ്യരൊക്കെ ഒന്നാവട്ടെ, മനുഷ്യാണം മനുഷ്യത്വത്തിലേക്ക് വന്നിട്ട് വേണമല്ലോ പട്ടിയെയും പൂച്ചയെയും കുരുവിയെയും ഒക്കെ കുറിച്ച് പറയാനായിട്ട്. അതുകൊണ്ട് മനുഷ്യനെ ആകവെ ചേർത്ത് നിർത്തി. അപ്പോൾ ഒരു ജനത, ഒരു പ്രത്യേകിച്ച് ഒരു ദിശാബോധമില്ലാത്ത ഒരു ജനതയെ മുന്നിൽ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ഒരു ജനതയെ മുന്നിൽ കണ്ടുകൊണ്ട്,
ഇവിടെ പറയുന്നു, ഭാരതീയ ചിന്തയിൽ പറയുകയാണ്, ഒരു വ്യക്തിയുടെ പരമപുരുഷാർത്ഥങ്ങളുണ്ട് എന്നും ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവുമാണ് പരമപുരുഷാർത്ഥം എന്ന് പറഞ്ഞിട്ട് ആ മോക്ഷത്തെ ആത്യന്തികമായിരിക്കുന്ന പുരുഷൻ സാക്ഷാത്കരിക്കേണ്ട ലക്ഷ്യമാണ് എന്ന് പറഞ്ഞു തരുമ്പോഴും ആ മോക്ഷത്തെ അന്യമായി കണ്ട ഒരു വലിയ വിഭാഗം, ആ മോക്ഷം എന്താണെന്നറിയില്ലാത്ത ഒരു വലിയ ഭാഗം, അവരെ എങ്ങനെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പം എന്ന് ആലോചിച്ചപ്പോൾ ഗുരു കണ്ട ഏറ്റവും നല്ല ആദർശമായിരുന്നു, ഗുരു കണ്ട ഏറ്റവും നല്ല സങ്കല്പമായിരുന്നു ഈ ക്ഷേത്രപ്രതിഷ്ഠകൾ. അതിലൂടെ ഒരു വ്യക്തിയെ സമ്പൂർണ്ണനാക്കാൻ കഴിയും എന്ന് ഗുരുവിന് മനസ്സിലായി. അതിലൂടെ ഒരു വ്യക്തിക്ക് ഉദ്ബോധനത്തിൻ്റെ തെളിച്ചവും വെളിച്ചവും കൈവരിക്കാൻ കഴിയും എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈശ്വര ഭക്തിയിലൂടെ ഒരു ജനതയെ യഥാർത്ഥമായിരിക്കുന്ന ജീവിത ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഗുരു ശ്രമിച്ചു. നമുക്കറിയാം, ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കാലമാണ്. ആരാണ് കൂട്ടം കൂടി പോവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സംഘടനയ്ക്ക് തൊട്ട് മുമ്പ് ഗുരു പറഞ്ഞു ഈശ്വര ഭക്തി. ആരാണ് കൂട്ടം കൂടി പോകേണ്ടത്? ഭക്തിയുള്ളവർ പോകണം. ഈശ്വര ഭക്തിയുടെ ശേഷമാണ് സംഘടന വച്ചിരിക്കുന്നത്. കാരണം പല ആളുകളും 100 പേര് ഒരുമിക്കുന്നിടത്ത് 100 പേർക്കും സ്വീകാര്യമായിരിക്കുന്ന ഒരു വ്യക്തിത്വം അതിൻ്റെ നടുക്ക് നിൽക്കുമ്പോഴാണ് 100 പേരും സഹകരിക്കുകയുള്ളൂ. 100 പേരും അവരവരുടെ താല്പര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് ഗുരുവിൻ്റെ താല്പര്യം നടക്കട്ടെ എന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും ചിന്തിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇടയിൽ ആര് ഗുരു എന്ന് പറയുന്ന പരമ്പൊരുൾ മധ്യസ്ഥനായി നിൽക്കേണ്ടുന്ന ആവശ്യകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് ഈശ്വരനെ ഗുരു അവതരിപ്പിക്കുകയായിരുന്നു. അതായിരുന്നു ഗുരുവിൻ്റെ പ്രഥമമായ ഉദ്ദേശം. ഗുരുവിനറിയാം, ഈശ്വര ഭക്തി വരുന്നതിലൂടെ, പരമമായ ഒന്നിലേക്ക് ഒരു വ്യക്തി അനുരക്തമാകുന്നതിലൂടെ, പരമമായ ഒന്നിലേക്ക് ഒരു വ്യക്തി ആകൃഷ്ടനാകുന്നതിലൂടെ അവൻ്റെ ലോകത്തിന് വരുന്ന നൂതനമായിരിക്കുന്ന സവിശേഷതകളെക്കുറിച്ച് ഗുരുവിന് ബോധ്യമുണ്ടായിരുന്നു. ഭക്തിയിലൂടെ ഒരു വ്യക്തിയെ ശുചിത്വത്തിലേക്ക് കൊണ്ടുവരാം എന്ന് ഗുരുവിനറിയാമായിരുന്നു. ആ ശുചിത്വം കേവലം ബാഹ്യമായ ശുചിത്വം മാത്രമല്ല. ഇന്ന് നമ്മൾ വളരെ ഹൈജീനിക്കായിട്ട് ജീവിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഹൈജീനിക് തലങ്ങളൊന്നുമില്ലാത്തൊരു കാലത്തിരുന്നു കൊണ്ട് ശുചിത്വത്തിൻ്റെ ABCD അറിയാത്ത ഒരു കാലത്ത് ആ ജനതയെ ശുചിത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഗുരു നിർദ്ദേശിച്ച ഒരു ചൂണ്ടുപലകയായിരുന്നു ക്ഷേത്രം. അവിടെ അവൻ കുളിക്കാൻ തുടങ്ങി, അവൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അവൻ്റെ ശരീരത്തെ വൃത്തിയാക്കി വയ്ക്കാൻ തുടങ്ങി. ഈശ്വരഭക്തി വരുന്നതോടുകൂടി അവൻ്റെ ശരീരം മാത്രമല്ല മൃദുലമാകുന്നത്, അവൻ്റെ ശരീരം മാത്രമല്ല വിമലമാകുന്നത്. ഈശ്വരഭക്തിയിലൂടെ വ്യക്തിക്ക് ഒരു ആന്തരിക ശുചിത്വവും കൈവരും എന്ന് ഗുരുവിനറിയാമായിരുന്നു. മനസ്സും വിമലീകരിക്കപ്പെടേണ്ടതുണ്ട്, മനസ്സും വിശുദ്ധമാക്കപ്പെടേണ്ടതുണ്ട്. ആ വിശുദ്ധമാക്കപ്പെടേണ്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശുചിത്വത്തെ ആന്തരികമെന്നും ബാഹ്യമെന്നും 2 തരത്തിലുള്ള ശുചിത്വവും ഈ ഒരു കാര്യത്തിലൂടെ, ഈ ഒരു പ്രതിഷ്ഠയിലൂടെ കൈവരിക്കാൻ കഴിയുമെന്ന് ഗുരുവിന് മനസ്സിലായതും ഗുരു അവതരിപ്പിച്ചതും. അവിടെയായിരുന്നു ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം നമുക്കുണ്ടായത്. ആ തുടക്കത്തിൻ്റെ പാരമ്പര്യം അല്പമെങ്കിലും നമ്മുടെ വാസനയിൽ ശേഷിക്കുന്നത് കൊണ്ടാണ് ഈ ക്രിസ്മസ് കാലത്ത് നമ്മളിവിടെ വന്ന് കുത്തിയിരിക്കുന്നത്. എവിടെയോ ഒരു സംസ്കാരം അധികമായിട്ടില്ല നമ്മുടെ ജീനിലേക്ക് ഈ സംസ്കാരം കയറിയിട്ട്. നമ്മുടെ ഒരുപാട് പൂർവികർ ഇതൊന്നും ഇരുന്ന് കേട്ടിട്ടില്ല. നമ്മുടെ 1-2 പേര് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ കേട്ടിട്ടുണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ അധികകാലത്തെ ചരിത്രമില്ല ഈ സത്സംഗ ശ്രവണത്തിന്. പക്ഷേ ആ കുറച്ച് കാലത്തെ ചരിത്രം തന്നെ ഒരു ജനതയെ എത്ര കണ്ട് ഭൗതികമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത്രമാത്രം ഭൗതികമായ അഭിവൃദ്ധി ഈ ഒറ്റ കാര്യത്തിലൂടെ, ഗുരുവചനങ്ങളിലൂടെ സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഗുരു മഹാശിവരാത്രി നാളിൽ ഭാരതത്തിൻ്റെ ആദിദൈവമായ,
ഭാരതത്തിൻ്റെ ആദിയോഗിയായ, ഭാരതത്തിൻ്റെ ആദി ഗുരുവായ ദക്ഷിണാമൂർത്തിയെ, പരമേശ്വരനെ ആ ശിവരാത്രി നാളിൽ മുങ്ങിയെടുത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. ആ തെരഞ്ഞെടുത്ത ദേവതയ്ക്ക് പോലും പ്രത്യേകതയുണ്ടായിരുന്നു. നെയ്യാറിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ഒരു ശിവലിംഗാകൃതിയിലുള്ള ഒരു ശില എടുത്ത് പൊങ്ങി വരുമ്പോൾ ഗുരു അതിന് മാനസപൂജ കൊണ്ട് ബന്ധിച്ച് അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. കാരണം ആ ശിവൻ എല്ലാവരുടെയും ദേവനായിരുന്നു. ഒരു പ്രത്യേകമായിരിക്കുന്ന ആളുകളുടെ ഉപാസനാമൂർത്തിയായിരുന്നില്ല. നമുക്കറിയാം ഭാരതത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. പ്രാഗ്വൈദിക കാലഘട്ടവും വൈദിക കാലഘട്ടവും. ആ പ്രാഗ്വൈദിക കാലഘട്ടത്തെ നമ്മൾ ദ്രാവിഡ സംസ്കാരമെന്നും വൈദിക കാലഘട്ടത്തെ നമ്മൾ ആര്യന്മാരുടെ സംസ്കാരമെന്നും വിളിക്കുമ്പോൾ ഇവിടെ അനാദിയായ കാലം മുതൽ ഏതൊരു ചരിത്ര ഗവേഷകന്മാരും അന്വേഷിച്ച് ചെന്നപ്പോൾ കണ്ടെത്തിയ ഒരു ദേവതാമൂർത്തിയായിരുന്നു പശുപതിനാഥൻ്റേത്. ആ പശുപതിനാഥനെ തന്നെ, ആ ആദി ഗുരുവിനെ തന്നെ നമുക്കറിയാം. ഭാരതത്തിൻ്റെ ചിന്ത തുടങ്ങുന്നത് ഈ ആദി ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഗുരുപരമ്പരകളെ വന്ദിക്കുമ്പോഴും നമ്മൾ സദാശിവ സമാരംഭാം എന്ന് പറയുന്നത്. എവിടെ നിന്നാണ്? എന്തിനും ഒരു പിറവി വേണം, എന്തിനും ഒരു ഉറവ വേണം. നമ്മൾ കാണുന്ന അറബിക്കടലാണെങ്കിലും, നമ്മൾ കാണുന്ന ശാന്തസമുദ്രമാണെങ്കിലും, നമ്മൾ കാണുന്ന ബംഗാൾ ഉൾക്കടലാണെങ്കിലും ചെറിയ ഒരു ഉറവയിൽ നിന്ന് പൊട്ടിയതാണ്. ആ ചെറിയ ഉറവ ഒഴുകി 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 നദിയായി പല നദികളും കൂടിച്ചേർന്നിട്ടാണ് ഒരു സമുദ്രമായി തീരുന്നത്. അതുപോലെ ഈ ദേവാഗമനത്തിൻ്റെ പിറവി, ദേവാഗമനത്തിൻ്റെ ഉറവ അല്ലെങ്കിൽ ഗുരുസങ്കല്പത്തിൻ്റെ തുടക്കം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ദക്ഷിണാമൂർത്തിയിൽ എത്തി നിൽക്കുന്ന ഒരു കാഴ്ച ഭാരതത്തിനുണ്ട്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ, ശങ്കരഭഗവത്പാദർ വളരെ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന ഉപനിഷത്ത് സമാനമായിരിക്കുന്ന സ്തോത്രം എഴുതുന്നതിന് മുന്നോടിയായിട്ട് ധ്യാന ശ്ലോകങ്ങൾ എഴുതിയപ്പോൾ ആചാര്യസ്വാമികൾ കുതൂഹലത്തോടു കൂടിയിട്ട് പാടുകയാണ്. ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യ ഗുരുർയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ചിത്രം, ചിത്രം എന്ന് പറയുന്നത് എന്താ? എന്തൊരു ആശ്ചര്യകരമായ കാഴ്ചയാണത്. ചിത്രം, അത്ഭുതം എന്ന് പറയാണ്. ഇത്ര അത്ഭുതം. വടതരോർമൂലേ പറയാണ്, നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവാണ്. എങ്ങോട്ടേക്കാണ് ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്? ആ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്കൊന്ന് നോക്കിയേ, എന്താ അവിടെ കാണുന്നത്? വടതരോർമൂലേ, ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കൊന്ന് നോക്കൂ. അവിടെ ഒരു മഹനീയമായ കാഴ്ച കാണാം. എന്താണ് ആ കാഴ്ച? വൃദ്ധാ ശിഷ്യ ഗുരോർയുവ. വൃദ്ധന്മാരായിരിക്കുന്ന ശിഷ്യന്മാരും യുവാവായിരിക്കുന്ന ഒരു ഗുരുവിനെയും കാണുന്നില്ലേ? ഗുരു ചെറുപ്പമാണ്, ശിഷ്യന്മാർ പ്രായമായിരിക്കുകയാണ്. അപ്പോൾ പ്രായമായ ശിഷ്യന്മാരുടെ മുന്നിൽ യുവാവായിരിക്കുന്ന ഒരു വ്യക്തി ഇരിക്കുന്നു. വൃദ്ധാ ശിഷ്യ ഗുരോർയുവ. എങ്ങനെയാണ് ഭാഷണം നടത്തുന്നത്? മൈക്രോഫോണില്ല, പ്രത്യേകിച്ചൊരു സ്റ്റേജില്ല, പ്രത്യേകിച്ചൊരു ഭാഷയില്ല, പ്രത്യേകിച്ചൊരു വാക്കില്ല. എന്തായിരുന്നു പിന്നെ ആശയവിനിമയത്തിനുള്ള ഉപാധി? ആശയവിനിമയം കേവലം മൗനമുദ്രിതമായിരിക്കുന്ന ഭാഷയിൽ ഒതുങ്ങി നിന്നു. ആ മൗനം ഒരു വീർപ്പുമുട്ടലുകളല്ല ശിഷ്യനിൽ ഉണ്ടാക്കിയത്. ഒരു ഗുരുവിൻ്റെ മൗനം ശിഷ്യൻ്റെ ഉള്ളിൽ 1000 ഇതളുള്ള താമരപ്പൂവിൻ്റെ സൗരഭ്യത്തെ സൃഷ്ടിക്കുമെന്നാണ്. അത്രയും ആഴമുള്ളതാണ് ഗുരുവിൻ്റെ മൗനം. ഗൗരവം എന്ന വാക്കിന് സംസ്കൃതത്തിൽ വിഗ്രഹിക്കുമ്പോൾ പറയും ഗുരോഹോ ഭാവം ഗൗരവം എന്നാണ്. നമ്മൾ ഗൗരവം എന്ന് സീരിയസ് എന്ന അർത്ഥത്തിൽ പറയുന്ന പോലെയല്ല യഥാർത്ഥ ഗൗരവം എന്ന വാക്കിൻ്റെ അർത്ഥം. ഗുരുവിൻ്റെ ഭാവമേതോ അത് ഗൗരവം, അതാണ്. അപ്പോൾ ആ ഗൗരവത്തിൻ്റെ ഭാഷ എന്താണ്? മൗനമാണ്. ആ മൗനം നമ്മൾ വീടുകളിൽ അവലംബിക്കുന്ന മൗനമല്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴാണ് മൗനം വരിക? നമ്മുടെ ഉള്ളിൽ ആശയവിനിമയ തകരാറുണ്ടാകുമ്പോഴാണ് മൗനം വരിക. പക്ഷെ ഗുരുവിൻ്റെ ഉള്ളിൽ എപ്പോഴാണ് മൗനം വരിക? ആശയവിനിമയത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്നുള്ളിടത്താണ് മൗനത്തെ ഉപയോഗിക്കുന്നത്. ആ മൗനം തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകുന്നില്ല. ആ മൗനത്തെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ശിഷ്യബോധം ദക്ഷിണാമൂർത്തിയുടെ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. കാരണം അവരായിരുന്നു ആദ്യത്തെ ശിഷ്യന്മാർ.
അവരാണ് ഭാരതത്തിൻ്റെ ശിഷ്യന്മാരുടെ റോൾ മോഡലുകൾ എന്ന് പറയുന്നത്. അതാണ് നാരായണ ഗുരുദേവൻ ശിവശതകത്തിൻ്റെ ധ്യാന ശ്ലോകങ്ങൾ എഴുതി പോകുമ്പോൾ ഈ ശിഷ്യന്മാരെ പ്രത്യേകം എടുത്ത് നമിക്കുന്നുണ്ട്. സനക സനന്ദ സനത്കുമാരർ മുൻപാം മുനിജനമോടുപദേശമോതി മുന്നം കനിവൊടു തെക്കുമുഖം തിരിഞ്ഞു കല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക. കല്ലാൽ തണലിലിരുന്ന ഒരു മൂർത്തിയെ കാത്തുകൊള്ളണം എന്ന് പറയുമ്പോൾ ഈ സനകനും സനന്ദനും സനത്കുമാരനും സനത്സുജാതീയനും ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. അവർ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ഞങ്ങൾ നിവൃത്തി മാർഗത്തിലൂടെ പൊക്കോളാം, പ്രവൃത്തി മാർഗം ഞങ്ങൾക്ക് വേണ്ട. എല്ലാവരും ലോകത്ത് പ്രവൃത്തി മാർഗികളായ ഗൃഹസ്ഥാശ്രമികളാണല്ലോ. ഞങ്ങൾ അതിൽ നിന്നൊന്ന് മാറ്റിപ്പിടിച്ചോളാം, ജ്ഞാനയോഗം മതി, കർമ്മയോഗം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിവൃത്തി മാർഗത്തിലേക്ക് പോയതാണ്. ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യം എഴുതുമ്പോൾ ഈ പ്രവൃത്തി മാർഗത്തെയും നിവൃത്തി മാർഗത്തെയും കുറിച്ച് പറയുന്നത് അവിടെയാണ്. പ്രവൃത്തി മാർഗം ആർക്കാണ്? ഗൃഹസ്ഥരായിരിക്കുന്ന ആളുകൾക്കും. നിവൃത്തി മാർഗം ഇങ്ങനെയുള്ള സനകാദികൾക്കും ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് സനകനും സനന്ദനും ഒക്കെ ഈ ആദിഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയിൽ നിന്ന് സ്വീകരിച്ചത്. ആ ധ്യാന സമ്പ്രദായത്തിന് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രാഗ്വൈദിക സംസ്കാരത്തിലെ ആധ്യാത്മികത തികച്ചും നിശബ്ദമായിരുന്നു. പ്രാഗ്വൈദിക സംസ്കാരത്തിലെ ആത്മീയതയ്ക്ക് ഒരു സംഗീതത്തിൻ്റെ നാദം ഉണ്ടായിരുന്നു. അതിൽ ഹിംസയുടെ ലാഞ്ചന ഉണ്ടായിരുന്നില്ല. അതിൽ ഒരു പരവിജ്ഞാനത്തിൻ്റെ തലം ഉണ്ടായിരുന്നു. നമ്മൾ നാരായണ ഗുരുദേവനെ ആശാൻ വിളിച്ചൊരു വാക്കാണ് പരവിജ്ഞാനികളുണ്ടോ. പണ്ഡിതനായിരിക്കാൻ എളുപ്പമാണ്, ആത്മസ്ഥിതനായിരിക്കാൻ എളുപ്പമാണ്. പക്ഷേ പണ്ഡിതനിലേക്ക് പരവിജ്ഞാനിയിലേക്ക് ഉയരണമെങ്കിൽ അല്പം കാരുണ്യം കൂടി ആ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയായിട്ട് വരണം. പരവിജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ? മുന്നിലിരിക്കുന്ന ഈ പാവ എന്നെ കൂടി ഉൾക്കൊള്ളുന്നതാണ്. എന്നെയും നിന്നെയും ഉൾക്കൊള്ളുന്ന ഒരു ബോധത്തിൻ്റെ ഉടമയായിരുന്നു ഗുരു. അതുകൊണ്ടാണ് ആശാൻ ഗുരുവിന് പരവിജ്ഞാനികളുണ്ടോ, നിന്നെപ്പോലെ ഇങ്ങനെ പരനെ അറിയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി, മറ്റുള്ളവരുടെ താല്പര്യത്തെ, ബോധത്തെ, സ്വഭാവത്തെ, സ്വരൂപത്തെ കണക്കിലെടുക്കുന്ന വ്യക്തിത്വം എന്നുകൂടി ആ ശബ്ദത്തിന് അർത്ഥമുണ്ട്. അങ്ങനെ ഒരു തലത്തിൽ നിന്നുകൊണ്ടുള്ള ആ ശിവസംസ്കൃതിയെ ഗുരു ആവാഹിക്കുന്നതിനും അതിൻ്റേതായ കാരണമുണ്ട്. നിങ്ങൾ ഗുരുഗീത എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചു കാണും. ആ പുസ്തകത്തിൽ ഏതാനും മന്ത്രങ്ങളെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അവിടെയാണ് നമ്മൾ എന്നും ചൊല്ലുന്ന ഈ ഗുരുർ ബ്രഹ്മയാണെങ്കിലും അജ്ഞാനതിമിരാന്ധസ്യയാണെങ്കിലും ന ഗുരോരധികം തത്വമാണെങ്കിലും ഗുരുസംബന്ധമായ എല്ലാതും പറയുന്ന ഒരു കൃതിയാണ്. കാരണം ഭാരതത്തിൻ്റെ അധ്യാത്മ പാരമ്പര്യം കിടക്കുന്നതും അവിടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാർവതീദേവി നല്ല ഒരു ശിഷ്യയാണ്, വളരെ അന്വേഷണ ബുദ്ധിയുള്ള ഒരു പെൺകിടാവാണ്. സാധാരണ നമ്മൾ സ്ത്രീകളിലേക്ക് വരുമ്പോൾ അന്വേഷണാത്മകത കുറഞ്ഞ് കാണാറുണ്ട്. സ്ത്രീ പലപ്പോഴും വൈകാരികമായ വശത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് കാണാറ്. യുക്തിഭദ്രതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് സ്ത്രീകൾ അന്വേഷിക്കുന്നത് വളരെ കുറയുന്ന ഒരു കാലഘട്ടത്തിൽ പാർവതീദേവി വളരെ യുക്തിപൂർവം, വളരെ ലോജിക്കലായിട്ട് ശിവനിൽ നിന്ന് പലതും അറിയാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ ഉപനിഷത്തിലേക്ക് നോക്കുമ്പോഴും ഒരു ഗാർഗിയെയും ഒരു മൈത്രേയിയെയും ഒക്കെയാണ് നമ്മൾ അങ്ങനെ വളരെ അപൂർവം ചില വ്യക്തിത്വങ്ങളെയാണ് ധീരമായിട്ട് ഒരു പുരുഷാധിപത്യത്തിലൂടെ ആധ്യാത്മികതയാണെങ്കിലും സാഹിത്യമാണെങ്കിലും സഞ്ചരിക്കുന്ന കാലത്ത് ഞങ്ങളും ഉണ്ട് ഹേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ധീര വനിതകളെ കാണുന്ന കാഴ്ച നമുക്ക് കാണാം. അവിടെയാണ് ഈ പാർവതീദേവിയും വ്യത്യസ്തമായിരിക്കുന്നത്. കേവലം ഒരു ഭാര്യ മാത്രമല്ല, കേവലം ഒരു പത്നി മാത്രമല്ല, കൃത്യമായിരിക്കുന്ന ചോദ്യങ്ങളും സംശയങ്ങളും അന്വേഷണ ബുദ്ധിയുമുള്ള ഒരു സ്ത്രീരത്നം കൂടിയായിരുന്നു. അവിടെയാണ് പാർവതി ശിവനോട് ചോദിക്കുന്നത്, എന്താണ് ഗുരു? ആരാണ് ഗുരു? എന്തിനാ ഗുരുവിനെ അങ്ങനെ പൂജിക്കുന്നത്? എന്തിനാ ഗുരുവിനെ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഗുരുഗീതയുടെ തുടക്കം. ഭാരതത്തിലെ എല്ലാ അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഈ ശിവപാർവതി സംവാദത്തിൽ നിഹിതമായിട്ടുണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും വിജ്ഞാന ഭൈരവ തന്ത്ര എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഭാരതത്തിലെ എല്ലാ മെഡിറ്റേഷൻ ടെക്നിക്കുകളും
ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ്. ശിവൻ ഉപദേശിച്ചു കൊടുത്ത മെഡിറ്റേഷനുകൾ മാത്രമുള്ളൂ ഈ ഭാരതത്തിൽ നമ്മൾ ഇന്നും എടുക്കുന്ന ധ്യാനമുറകളെല്ലാം തന്നെ വിജ്ഞാന ഭൈരവ തന്ത്രയിൽ നിന്ന് വന്നതാണ്. ആർക്ക് വേണ്ടി? പാർവതി ചോദിക്കുന്നു, എത്ര കേട്ടാലും മതി വരാത്ത പാർവതി ദേവി ഈ ശിവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അവിടെ ശിവൻ പറയുന്നുണ്ട്, ശിവൻ തന്നെ ഗുരു, ഗുരു തന്നെ ശിവൻ എന്ന്. അപ്പോൾ ശിവപ്രതിഷ്ഠ ഗുരു തെരഞ്ഞെടുക്കുമ്പോൾ ഗുരുവിൽ നിന്നും ഒട്ടും അന്യമല്ലാത്ത ഒരു ദേവതയെ ഗുരു കണ്ടെത്തി എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഗുരുവിൻ്റെ ബോധത്തിൽ നിന്ന് ഒട്ടും തന്നെ ഭിന്നമല്ലാത്ത ഒരു വിശാല ബോധത്തെ, ഒരു വിശ്വബോധത്തെ ശിവനായി കണ്ടുകൊണ്ട് ആ ശിവപ്രതിഷ്ഠയെ നമ്മുടെ മുന്നിലേക്ക് വെച്ചു. ശിവൻ എന്ന് പറയുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ മഹാബോധത്തെയാണ്, പ്രാപഞ്ചിക ബോധത്തെയാണ്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവ കൃതികളൊക്കെ പഠിക്കുമ്പോൾ ജനനീ നവരത്ന മഞ്ജരി പോലുള്ള കൃതികളൊക്കെ തുടങ്ങുന്നത് തന്നെ ഒന്നായ മമതി എന്ന് പറഞ്ഞിട്ടാണ്. മമതി എന്നാണ് ദേവിയെ വിളിക്കുന്നത്. ആദ്യമേ തന്നെ ദേവിയുടെ സ്വരൂപം അവിടെ നിർവചിച്ചു വെച്ചു. പിന്നെയാണ് വർണ്ണനകൾ വരുന്നത്. നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ ഞാൻ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഗുരു ആദ്യമേ തന്നെ ഉത്തരം കൊടുത്തല്ലോ, ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മൻ തന്നെ എന്ന് പറഞ്ഞ പോലെ ജനനീ നവരത്ന മഞ്ജരിയുടെ തുടക്കത്തിൽ ആദ്യം തന്നെ പറയാണ് ഒന്നായ മാമതി, ഒന്നായിരിക്കുന്ന, ഏകമായിരിക്കുന്ന, അദ്വയമായിരിക്കുന്ന മഹാബോധം എന്ന് ഗുരു പറയേണ്ടായി. ഈ മഹാബോധം തന്നെയാണ് ശിവൻ. അത്രയും നിർഗുണനും നിരാകാരസ്വരൂപിയായിരിക്കുന്ന ഒരു ദേവതാസങ്കല്പമാണ് ശിവൻ്റേത്. അതുകൊണ്ടാണ് നിർവാണ ഷഡ്കം പോലുള്ള കൃതികൾ എഴുതുമ്പോൾ എന്താണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ചോദിക്കുമ്പോൾ അവിടെയൊക്കെ ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്ന മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർ ന തേജോ ന വായു ചിദാനന്ദ രൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ഇത് വെറുതെ കേട്ടിരുന്നാൽ മതി, ശിവബോധം ഉണ്ടാവും. ചുമ്മാ ചൊല്ലിയാൽ മതി, തിക്കും തിരക്കൊന്നും ഉണ്ടാക്കാതെ പ്രാർത്ഥന ചൊല്ലിയാൽ തന്നെ ശൈവബോധം ഉണ്ടാവും. അതാണ് ബോധത്തിൻ്റെ അവസ്ഥ. നമ്മൾ എത്ര കണ്ട് നമ്മുടെ ഉള്ളിലേക്ക് തിരിയുന്നുവോ അത്ര കണ്ട് ഒരു അന്തർയോഗ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും, ഒരു അന്തരാനുഭൂതി അനുഭവപ്പെട്ടു തുടങ്ങും. അത് ഋഷിമാരുടെ വാക്കുകൾക്കുണ്ട്. ആ ചിദാനന്ദരൂപമായ ശിവനാണ് ഞാൻ എന്നാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. നീ കണ്ണല്ല, നീ മൂക്കല്ല, നീ നാക്കല്ല, നീ ത്വക്കല്ല. എനിക്കൊരു വിചാരമുണ്ട്, ഈ ശരീരമാണ് നീ എന്ന്. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറയുന്നതിനെ ഒന്നുകൂടി അഴപിരിച്ച് മനസ്സിലാക്കി തരികയാണ്. നീ കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, ത്വക്കല്ല. നീ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. നീ ഭൂമിയല്ല, ജലമല്ല, അഗ്നിയല്ല, വായുവല്ല, ആകാശമല്ല. പിന്നെ ആരാ ഞാൻ? അപ്പോൾ പറയാണ് ചിദാനന്ദരൂപിയായ ശിവനാണ് നീ എന്ന് പറയാം. എത്ര വലിയ പ്രചോദനമാണ് ഒരു ഋഷി നൽകുന്നതെന്ന് നോക്കൂ. നമ്മൾ ഒരു തരത്തിലും തളർത്തിക്കളയുന്നില്ല. അവിടെയാണ് ഈ ശൈവ സംസ്കൃതിയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. നീ മോശക്കാരനാണ്, നീ പാപിയാണ്, നീ ദുഃഖിയാണ് എന്നുള്ള രീതിയിലല്ല നമ്മൾ പ്രബുദ്ധമാക്കുന്നത്. നീ ശിവനാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഊർജം തരികയാണ്. നമ്മൾക്ക് ഒരുപാട് സങ്കുചിതത്വങ്ങളും ഒരുപാട് അപകർഷാബോധങ്ങളുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളോട് പറയുകയാണ് നീ ചിദാനന്ദരൂപിയായ ശിവനാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരു ശിവബോധത്തിലേക്ക് നമ്മൾ അറിയാതെ ഉയരുന്നുണ്ട്. ആ ഉയർച്ചയാണ്, ആ പിന്താങ്ങലാണ് പലപ്പോഴും ആചാര്യന്മാർ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ആ ഒരു തത്വത്തെ കൂടി ഗുരു അവിടെ ആവിഷ്കരിച്ചു വെച്ചു. ആ ശിവനെയാണ് ധ്യാനിക്കുന്നതിന് വേണ്ടി, ഉപാസിക്കുന്നതിന് വേണ്ടി ഗുരു ജനസമക്ഷം തുറന്നു തന്നത്.
അത് ഭക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനാണ്. രണ്ടാമത് ഒരു ഉദ്ദേശം കൂടെ ഗുരുവിനുണ്ടായിരുന്നു, സാമൂഹികമായ നീതി. സമൂഹത്തിൽ നീതി ഇങ്ങനെ ഏറിയും താങ്ങിയും ഒക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ കൂടിയും കുറഞ്ഞും നിൽക്കുന്ന ഘട്ടത്തിൽ, ഡിഗ്രി കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ, അവിടെയൊക്കെ എല്ലാവർക്കും തുല്യനീതി എന്ന് അവകാശപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചേ മതിയാകൂ എന്ന് കണ്ടുകൊണ്ടും കൂടിയിട്ടാണ് ഗുരുദേവൻ ഈ ശിവപ്രതിഷ്ഠയ്ക്ക് തുടക്കമിട്ടത്. അതാണ് ഇന്നും നമ്മളിൽ അധ്യാത്മ വിദ്യയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ആദിഗുരുവായിരിക്കുന്ന ശിവതത്വത്തിലൂടെ ആകാൻ കാരണം. അവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. നമുക്കറിയാം, സാധാരണ ദേവീദേവന്മാരെയൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ മനോഹരമായിരിക്കുന്ന രൂപങ്ങളോടെ, ചമൽക്കാരങ്ങളോടെയൊക്കെ ആവിഷ്കരിച്ച് കാണാറുണ്ട്. ദേവിയാണെങ്കിലും വിനായകനെയാണെങ്കിലും സുബ്രഹ്മണ്യനെയൊക്കെ ആണെങ്കിലും കാണാൻ എന്തൊരു ഭംഗിയാണ്, മുരുകനെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ആ ഭസ്മമൊക്കെ തൊട്ടിരിക്കണ കണ്ടാൽ നമുക്ക് കൊതിയാവും. അങ്ങനെ ഭസ്മമൊക്കെ വരയ്ക്കാൻ പറ്റുക എന്ന് വിചാരിക്കും. അത്രയും മനോഹരമായിരിക്കുന്ന മൂർത്തസങ്കല്പങ്ങൾ നിന്ന് ശിവനിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. അത് ശിവലിംഗമാണ്, ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണ്. അതിനൊരു പ്രത്യേക ഉദ്ദേശവുമുണ്ട്. നമുക്കറിയാം, ഈ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സാകാരമായതിൽ നിന്നും ഉയർന്ന് നിരാകാരമായിരിക്കുന്ന തത്വത്തെ, സത്യത്തെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഭാരതീയമായ രീതി. ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ യാതൊരു വിധമായിരിക്കുന്ന പേരുകളോ യാതൊരു വിധമായിരിക്കുന്ന ആകാരങ്ങളോ ഋഷി പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവദശകം പോലുള്ള കൃതിയെടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഉപനിഷത്ത് സമാനമാകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ദൈവത്തെ ഒരു പ്രത്യേക ഷെയ്പ്പ് കൊടുത്തില്ല എന്നുള്ളതാണ്. നമ്മുടെ കൈ കെട്ടുമ്പോൾ നമ്മൾ നമ്മുടേതായ ഷെയ്പ്പ് കൊടുക്കും. ഒരു പാശ്ചാത്യ ചിന്തകൻ പറഞ്ഞിരുന്നു, ഒരു സിംഹത്തിന് തൂലിക പിടിക്കാൻ അറിയാമെങ്കിൽ സിംഹത്തിൻ്റെ രൂപത്തിൽ ദൈവത്തെ വരച്ചേനെ എന്ന്. ഗതികേട് കൊണ്ട് മനുഷ്യൻ മാത്രമാണ് തൂലിക പിടിച്ചത്. അതുകൊണ്ട് ദേവന്മാരും ദേവികളൊക്കെ മനുഷ്യൻ്റെ രൂപത്തിൽ വരച്ചു വെച്ചു. ഒരു സിംഹത്തിന് പേന കൊണ്ട് വരയ്ക്കാൻ അറിയാമെങ്കിൽ സിംഹത്തിൻ്റെ ദൈവം സിംഹത്തിൻ്റെ രൂപത്തിലായിരിക്കും. അവരത് വരയ്ക്കാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ കാണാതെ പോയത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഇത്തരത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരേണ്ടുന്നതിൻ്റെ ഒരു സാങ്കത്യം. ആ ശിവലിംഗത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശിവനൻ്റെ ലിംഗം എന്ന പദത്തിന്, അതൊക്കെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഒരുപാട് അബദ്ധമായിരിക്കുന്ന ധാരണകളൊക്കെ ശിവലിംഗത്തെ സംബന്ധിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തേ അതിനർത്ഥമുള്ളൂ? കാണാൻ കഴിയാത്ത, ഗുണങ്ങളില്ലാത്ത, നിർഗുണമായ, നിരാകാരമായിരിക്കുന്ന ഒരു തത്വത്തെ ആകാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതാണ് ശിവൻ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിവലിംഗം പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലിംഗ്യത്തെ എന്ന വാക്കിൻ്റെ അർത്ഥം സൂച്യത എന്നാണ്, സൂചിപ്പിക്കുന്നു എന്നാണ്. സൂച്യത എന്ന് പറയാൻ സൂചിപ്പിക്കുക. ഇപ്പം ഞാനിങ്ങനെ വന്ന് ഈ ഡ്രസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ പിടികിട്ടുന്നുണ്ട്. അതെന്താ ഇങ്ങനെ? സ്വാമിനിയായിരിക്കും, അതുകൊണ്ടാണ് ഈ വസ്ത്രം എന്ന് വിചാരിക്കും അല്ലേ. ഓരോന്നിനെ കാണുമ്പോഴും ഓരോ അടയാളങ്ങളിലൂടെ, ഓരോ ചിഹ്നങ്ങളിലൂടെ നമുക്ക് ചിലത് മനസ്സിലാകുന്നുണ്ട്. റോഡിലൂടെ നമ്മൾ അലക്ഷ്യമായി വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാക്കയിട്ട ഒരാൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ജാഗരൂകമാവും. കാരണം എന്താ? ആ ചിഹ്നം കാണുമ്പോൾ അറിയാം അതൊരു നിയമപാലകനാണ്, നന്നായിട്ട് ഓടിക്കാം കുറച്ച് നേരത്തേക്കെങ്കിലും എന്നുള്ള ബോധം നമുക്ക് വരുന്നത് അതൊരു അടയാളമായതുകൊണ്ടാണ്. അപ്പോൾ ലിംഗശബ്ദത്തിന് അടയാളം എന്നൊരർത്ഥം, പലവിധമായ അർത്ഥമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോം പൂരിപ്പിക്കുമ്പോഴും സെക്സ് ഏതാണ് എന്ന് ചോദിക്കുന്നത് ലിംഗം ഏതാണ്, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ സംസ്കൃതത്തിലെ വ്യാകരണ ഗ്രന്ഥം നാമലിംഗാനുശാസനം എന്നാണ് അമരകോശത്തെ നിർവഹിച്ചിരിക്കുന്നത്. അതായത് വാക്കുകളൊക്കെ ഏതെങ്കിലും ഒരു ജാതിയിൽ പെടും. സ്ത്രീലിംഗമെന്നോ പുല്ലിംഗമെന്നോ നപുംസകമെന്നോ ഏതെങ്കിലും ഒരു ജാതിയിൽ പെടുന്ന കാര്യം. ഇനി ന്യായശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ അനുമാന പ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും ഒരു ലിംഗശബ്ദം പറയുന്നുണ്ട്. പരാമർശജന്യമാണ് അനുമാനം എന്ന് പറയുന്നിടത്ത് സാധ്യത്തെ കാണിക്കുവാൻ വേണ്ടി ഒരു ലിംഗശബ്ദം പറയുന്നുണ്ട്. അങ്ങനെ ലിംഗശബ്ദത്തിന് ബഹുവിധമായിരിക്കുന്ന അർത്ഥമുണ്ടായിരിക്കെ ഇവിടെ ഈ ശിവതത്വത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗുരുഷഡ്കത്തിൽ ശിവലിംഗദാസ സ്വാമികൾ ഗുരുസ്വാമിയെ വിളിച്ച പോലെ ഓം ബ്രഹ്മണേ മൂർത്തിമതേ
എന്ന് പാടിയല്ലോ. ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ, ബ്രഹ്മം മൂർത്തരൂപത്തിൽ വന്നവനെ. ബ്രഹ്മത്തിന് പ്രത്യേകിച്ചൊരു ഷെയ്പ്പില്ല അല്ലേ? പക്ഷേ ആ ബ്രഹ്മം ഒരു ആകാരത്തെ എടുക്കുകയാണെങ്കിൽ, ആ ബ്രഹ്മം ഒരു രൂപത്തെ കൈക്കൊള്ളുകയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെപ്പോലിരിക്കും എന്ന് പറയുന്ന ഒരു കാഴ്ച. അത് അവിടെ കാണുന്നത് പോലെയാണ് ശിവലിംഗവും നമ്മൾ ദർശിക്കുന്നത്. ആ നിരാകാരമായിരിക്കുന്ന നിർഗുണമായിരിക്കുന്ന തത്വത്തെ ഈ ശിവലിംഗത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്. നാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ അത് പറയണ്ടായി. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലറിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റ് മഹസ്സിലാണിടേണം. ത്രിഗുണമയം തിരുനീറണിഞ്ഞ ഒരു ഈശൻ. ശിവൻ്റെ പ്രത്യേകത എന്താണ്? ഗുണാതീതനാണ്, നിർഗുണനാണ്, ഗുണങ്ങളെയൊക്കെ ചുട്ട് ചാമ്പലാക്കിയതാണ് അല്ലേ? നമ്മൾ പ്രകൃതിയുടെ സ്വഭാവം എന്താണ്? പ്രകൃതിയുടെ സ്വഭാവം ത്രിഗുണാത്മികയാണ്. മൂലപ്രകൃതിയെ സാഖ്യത്തിൽ പറയുമ്പോൾ സാഖ്യശാസ്ത്രകാരൻ പറയും, എന്താ പ്രകൃതി എന്ന് ചോദിച്ചാൽ ത്രിഗുണാത്മികയാണ് പ്രകൃതി. സത്വവും രജസും തമസും മേളിച്ചിരിക്കുന്ന അവസ്ഥ. ആ 3 ഗുണങ്ങളെയും എരിച്ചവനാണ്, ഇല്ലാണ്ടാക്കിയവനാണ്. ആ 3 ഗുണങ്ങളെയും ഇല്ലാതാക്കിയ ശുദ്ധബോധസ്വരൂപമാണ് ആരെന്ന് പറയുന്നത്? ശിവൻ എന്ന് പറയുന്നത്. ആ ശിവലിംഗത്തിലൂടെ നമുക്കും ആരാധനയ്ക്ക് ഒരു മീഡിയം ആവശ്യമുണ്ട്. നമ്മളോട് എല്ലാത്തിനെയും ആകാരമില്ലാത്ത, ഗുണമില്ലാത്ത, രൂപമില്ലാത്ത, മണമില്ലാത്ത, ശബ്ദമില്ലാത്ത ഒരു തത്വത്തെ ഒന്ന് വിചാരം ചെയ്യൂ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. ബോധത്തിൻ്റെ ഉന്നതമായ തലങ്ങളിൽ നിൽക്കുന്ന, അത്യധികം ധ്യാനാത്മകമായിരിക്കുന്ന ശീലമുള്ള ഒരു വ്യക്തിക്കായിരിക്കാം അത്തരത്തിലൊരു രൂപത്തെ സങ്കല്പിക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പാവം പിടിച്ച മനുഷ്യർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും സങ്കല്പിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് സാകാര ദൈവത്തിൻ്റെ രൂപത്തിലേക്ക് ദേവതകൾ ആവിർഭവിച്ചത്, അല്ലെങ്കിൽ ആ ദേവതാ സങ്കല്പത്തെ വിഗ്രഹ രൂപത്തിലൂടെ ഋഷിമാർ കൊണ്ടുവന്നത്. അത് വേറൊരു ആരാധനയുടെ തുടക്കമായിരുന്നു. അതുകൊണ്ട് നിരാകാരനായിരിക്കുന്ന ശിവനിലേക്ക് എത്തുന്നതിനുള്ള ശ്രദ്ധാകേന്ദ്രമായിട്ട്, ഒരു മധ്യവർത്തിയായിട്ട് ഈ ശിവലിംഗം രൂപപ്പെട്ടു. അത് അനാദിയായിട്ട് വർണ്ണിക്കപ്പെട്ടു. അത് ആദി മധ്യാന്തങ്ങളില്ലാത്തതാണ്. പുരാണത്തിൽ തന്നെ ഒരു കഥ പറയും. ഈ ബ്രഹ്മാവ്, സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവും സ്ഥിതിപാലകനായിരിക്കുന്ന വിഷ്ണുവും ഈ ശിവമൗലിയുടെ ആദ്യന്തങ്ങൾ തേടിയ ഒരു യാത്ര. അത് ഗുരുദേവ കൃതികളിലും അത് വർണ്ണിക്കുന്നുണ്ട്. അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നെടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. നിരാശരായിട്ടാണ് മടങ്ങി വന്നത്. ശിവമൗലിയുടെ അറ്റം തേടിപ്പോയ 2 ദേവതമാരും അയ്യോ ഒന്നും എത്തിയില്ല, എങ്ങും എത്തിയില്ല. ഈ ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് മുകളിൽ എന്നാണ്, ഒരു ഭാഗം ആ പീഠത്തിന് താഴെയാണ്. അപ്പോൾ മുകളിലേക്കുള്ള ഭാഗവും താഴേക്കുള്ള ഭാഗവും ഉണ്ട്. ഈ താഴേക്കുള്ള ഭാഗം അന്വേഷിച്ച് ഒരാൾ പോയി, മുകളിലേക്കുള്ള ഭാഗവും അന്വേഷിച്ചിട്ട് പോയി. നിരാശയായിരുന്നു ഫലം. കാരണം അത് ആദി മധ്യ അന്തമില്ലാത്ത തത്വമായിരുന്നു എന്നുള്ളതാണ്. ആ തത്വത്തെയാണ് ഗുരുവിൻ്റെ നിശ്ചലമായിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു നിശ്ചലമായിരിക്കുന്ന തത്വത്തെയാണ് ഗുരു വളരെ ചലനാത്മകമായ രീതിയിൽ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നത്. അവിടെയാണ് ദൈവദശകത്തിലെ സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും ഗുരുവായി മാറുന്ന ഒരു കാഴ്ച. നാരായണ ഗുരുദേവൻ്റെ സൃഷ്ടിയായിരുന്നു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ. ആ ശിവപ്രതിഷ്ഠയുടെ സ്രഷ്ടാവായിരുന്നു ഗുരുദേവൻ. ആ ശിവപ്രതിഷ്ഠയിലൂടെ ലഭിച്ച സൃഷ്ടിജാലമായിരുന്നു നമ്മളുടെ പിന്നത്തെ ജീവിതം. അതിലൂടെയാണ് നമ്മളുടെ സായുജ്യം ഉണ്ടായത്. അപ്പോൾ ഒരു വേള ഈശ്വരനെ ഗുരു പ്രകീർത്തിക്കാൻ ഉപയോഗിച്ച വാക്കുകളെല്ലാതും തന്നെ
ഗുരുവിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാഴ്ച ഗുരുദേവ ദർശനത്തെ ആഴത്തിൽ പരിചയപ്പെടുമ്പോൾ നമുക്കുണ്ടാവും. ഈ സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും ഒക്കെ ഗുരുവായിരിക്കുന്ന ഒരു കാഴ്ച. അതാണ് ഗുരുവിൻ്റെ ഒരു രീതിവിധാനം എന്ന് പറയുന്നത്. അതാണ് ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഗുരു ആവിഷ്കരിച്ച ദർശനത്തിൻ്റെ ഒരു പ്രത്യേകത. അതിലൂടെ അത്തരത്തിലുള്ള ആ ശിവതത്വത്തിലൂടെ, ശിവലിംഗ ആരാധനയിലൂടെ നമുക്കറിയാം, വിനായകനെ സ്തുതിച്ചും സുബ്രഹ്മണ്യനെക്കുറിച്ചും ദേവിയെക്കുറിച്ചും ഒക്കെ ഗുരുദേവൻ കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ശൈവസംബന്ധമായിരിക്കുന്ന കീർത്തനങ്ങൾ 15ഓളം ഉണ്ട്. ഏറ്റവും കൂടുതൽ ഗുരു എഴുതിയിരിക്കുന്ന കീർത്തനങ്ങളും ഈ ശൈവ കീർത്തനങ്ങളാണ്. അത് വളരെ മധുരതരമായിരിക്കുന്ന ഭാഷയിൽ ശിവനെ വളരെ സ്വാതന്ത്ര്യ കൂടുതൽ കൊണ്ട് എന്താ പറയുക, ഒരു രണ്ട് സുഹൃത്തുക്കൾ നേർക്കുനേർ നിൽക്കുമ്പോൾ യാതൊരു വിധമായ ഔപചാരികതകളുമില്ലാത്ത ഭാഷ ഒരിടത്ത് ഉപയോഗിക്കുന്നു. നീയോ ഇരപ്പാളി, ഞാനോ പിച്ചക്കാരൻ. സുബ്രഹ്മണ്യ സ്തോത്രത്തിൽ പറയുക, അയ്യോ ഈശ്വരനെ അങ്ങനെ വിളിക്കാമോ? നമ്മുടെ കാലഘട്ടത്തിൽ ഇന്നൊക്കെ അങ്ങനെ വിളിച്ചാൽ എന്തൊക്കെ കലാപങ്ങളുണ്ടാവും. ഗുരു പറയാണ്, നീ ഇരപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്ഷാപാത്രമാണ്. ഇരപ്പെടുത്ത് നടക്കുന്നവനേ അർത്ഥമുള്ളൂ. ഏതൊരു ഭാഷയുടെയും മൂലാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ പ്രകോപനത്തിൻ്റെ ഒരു കാരണങ്ങളും ഉണ്ടാവില്ല. അത് സ്വാഭാവികമായിരിക്കുന്ന സവിശേഷതകളാണ്. ഞാനോ പിച്ചക്കാരൻ. ഒരു സന്യാസി എന്താണ്? ഭിക്ഷാന്തേഹിയാണ്. കിട്ടുന്നിടത്ത് നിന്ന് എന്തെങ്കിലും കഴിക്കും, നടക്കും, കാണുന്നിടത്ത് വിശ്രമിക്കും, ആരാണോ കൊടുക്കുന്നത് അത് കഴിക്കും. ആ പിച്ചക്കാരനാണ്. നീയോ ഇരപ്പാളി, ഞാനോ പിച്ചക്കാരൻ എന്ന് പറയുന്നതിൽ സ്വാതന്ത്ര്യബോധം ഉണ്ടല്ലോ. ഒരു ഭഗവാനെ സഖാവായി കാണുന്നിടത്താണ് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ഒട്ടും തന്നെ അന്യത്വമില്ലാതിരിക്കുന്നിടത്ത് നമ്മളെപ്പോഴാണ് ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള വാക്കുകൾ വിളിക്കുന്നത്? ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിലാണ് നമ്മൾ നമ്മുടെ ജാടയുടെ പുറംപൂച്ചുകളൊക്കെ അഴിച്ചു വെച്ചുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട വാക്കുകളൊക്കെ വിളിക്കുന്നത്. എപ്പോഴും ആ വാക്ക് വിളിക്കാനല്ല. അത് കഴിഞ്ഞ്, ആ വിളി കഴിഞ്ഞ് വേറൊരു വിളിയുണ്ട്. പുതുമാം കനിപുത്തമൃതേ ഗുളമേ മധുവേ മധുരക്കനിയേ രസമേ വിധിമാധവരാതി തിരഞ്ഞിടുമെൻ പതിയെ പദപങ്കജമേ ഗതിയെ. ഇങ്ങനെ വിളിക്കും. വെറുതെ വിളിക്കുകയല്ല. എൻ്റെ മധുവേ മധുരക്കനിയെ രസമേ വിധിയെ വിധി മാധവരാതി തിരഞ്ഞിടുമെൻ പതിയെ. ബ്രഹ്മാവും വിഷ്ണുവും ഒക്കെ തിരയുന്ന എൻ്റെ പതിയെ. പശുപതി എന്നാ പറയുക. പശു എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനാണ്. നാം ഓരോരുത്തരും പശുക്കളാണ്. ആ ജീവൻ്റെ എല്ലാം പതിയാണ് നീ. അതാണ് പശുപതിനാഥൻ എന്ന് പറയുന്നത്. ശിവൻ്റെ അഷ്ടമൂർത്തി ഭാവങ്ങളിൽ ഒന്നാമത്തെ പേര് തന്നെ അങ്ങനെയാണ് പറയുക. നടരാജൻ, പശുപതിനാഥൻ മുതലായിരിക്കുന്ന ഭാവങ്ങൾ ശിവനുണ്ട്. ആ പശുപതിയെ വിളിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. വിധി മാധവരാതി തിരഞ്ഞിടുമെൻ പതിയെ പദപങ്കജമേ ഗതിയെ. നിൻ്റെ പാദം മാത്രമാണ് എനിക്ക് ഗതി, എനിക്ക് മോക്ഷമായിട്ടുള്ളത്. എനിക്ക് കൈവല്യത്തിൻ്റെ ഉപാധിയാണ് നിൻ്റെ നാമത്തെ കീർത്തിക്കുക എന്ന് പറയുന്നത്. എൻ്റെ കൈവല്യത്തിനുള്ള ഒരു മാർഗമാണ് നിൻ്റെ പാദങ്ങൾ എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയാണോ ആ പാദത്തിൽ പൂജ ചെയ്യാൻ ആരംഭിക്കുന്നത് അവന് യഥാർത്ഥമായിരിക്കുന്ന ശിവസായുജ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുതന്നെയാണ് വേറൊരിടത്തും പറയുന്നത്. ഇടണേ ഇരു കൺമുനയൻ നിലതിൻ അടിയൻ അഭിലാഷമുമാപതിയെ ജഡമിന്നിതുകൊണ്ടു ജയിക്കുമിതിൻ ഇടയില്ല ഇരിപ്പതിലൊന്നിലുമേ. ഇടണേ ഇരു കൺമുനയെന്നിലതിൻ അടിയൻ അഭിലാഷമുമാപതിയെ. ഉമാപതിയാണ് അല്ലേ? പാർവതിയുടെ സൗന്ദര്യം കൊണ്ടല്ല ശിവനെ കീഴ്പ്പെടുത്തിയത്. ത്രിപുരസുന്ദരിയായിരിക്കുന്ന പാർവതിയുടെ സൗന്ദര്യത്തിലല്ല ശിവൻ അനുരക്തനായത്. പിന്നെ എന്തിലാണ്? പാർവതിയുടെ തപസ്സിലാണ്. അപ്പോൾ ഭഗവാൻ പ്രീണനാകുന്നത്, ഈശ്വരൻ പ്രീണമാകുന്നത് നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തെ കണ്ടിട്ടല്ല, നമ്മുടെ ആത്മസൗന്ദര്യത്തിലാണ്, നമ്മുടെ ഭക്തിയിലാണ്, നമ്മുടെ സമർപ്പണത്തിലാണ്. അവിടെയാണ് ആ ഉമാപതിയായിരിക്കുന്ന നാഥനോട് പറയാണ്, ഇടണേ ഇരു കൺമുനയെന്നിലതിൻ. നിൻ്റെ ആ ഒരു മിഴിമുന കൊണ്ടെന്ന് എന്നെ ഒന്ന് നോക്കൂ, ഞാനൊന്ന് വിശുദ്ധമാകട്ടെ, ഞാനൊന്ന് പരിപൂതമാകട്ടെ എന്ന് പറയാം. അടിയൻ അഭിലാഷം ഉമാപതിയെ. എൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ്,
ശിവനെ നിരാകാരനായും ധ്യാനിക്കുന്നു, സാകാരനായും ധ്യാനിക്കുന്നു. എന്നിട്ട് പറയാണ്, ജഡമിന്നിതു കൊണ്ടു ജയിക്കുമിതിന്. നിൻ്റെ ഈ നോട്ടം കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ജയാൻ എന്ന് പാടിയ പോലെ ഈ ദൈവത്തിൻ്റെ ഈ ഒരു നോട്ടം കൊണ്ട്, ഈശ്വരൻ്റെ ഈ ഒരു വീക്ഷണം കൊണ്ട് ജഡം ഇല്ലാണ്ടാകുന്നു, അജ്ഞാനം ഇല്ലാണ്ടാകുന്നു. അപ്പോൾ അജ്ഞാനബാധിതമായിരിക്കുന്ന ഒരു സമൂഹത്തിന് ജ്ഞാനത്തിലേക്കുള്ള മാർഗദീപമായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതൊരു തത്വത്തിൻ്റെ പുറകിലും ഗുരു ലക്ഷ്യമിട്ടത് നമ്മളെ ഉദ്ബുല്ലമാക്കുക എന്നുള്ളതായിരുന്നു. ഒരു താമരപ്പൂവിനെ പോലെയാണ്, ഒരു വിടർന്നു വരുന്ന താമരപ്പൂവിനെ പോലെയാണ് നമ്മുടെ ജീവിതവും ഗുരു ലക്ഷ്യമിട്ടത്. അതതിൻ്റെ പരിമള കാന്തിയോട് കൂടിയിട്ട് പ്രസരിക്കട്ടെ എന്ന് ഗുരു ആഗ്രഹിച്ചതിൻ്റെ ഫലമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓരോ ചെയ്തികളും, ഗുരുവിൻ്റെ ഓരോ ലക്ഷ്യങ്ങളും. അവിടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പുതിയൊരു മാനം കൊടുക്കാൻ ഗുരു മറന്നില്ല. ഏതേത് കാര്യങ്ങളെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കേവലമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന അഭിലാഷങ്ങളെ മാത്രം അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങുന്നതാണ് പ്രാർത്ഥന എന്നതിൽ നിന്ന് ഗുരുവിൻ്റെ ശ്രദ്ധ എവിടെ വരെ പോയി? കൃതജ്ഞതയുടെ കാര്യം എടുക്കൂ. കൃതജ്ഞത എവിടം വരെ പോയി? ഇന്ന് സഹായം ചെയ്തവരെ മറന്നു പോകുന്നവരാണ് നമ്മൾ. പിന്നെയാണോ ഇന്നലത്തെ കാര്യം? ഇന്ന് രാവിലെ സഹായിച്ചവനെ വൈകുന്നേരം പോകുമ്പോൾ കണ്ട മട്ട് നടിക്കാത്ത നമ്മളോടാണ് ഗുരുവിൻ്റെ ശ്രദ്ധ ഒന്ന് പിന്നാക്കം പോയേ എന്ന് പറയണത്. എവിടെ വരെ പോകണം ഗുരു? പൊക്കോട്ടെ, കുറേ പൊക്കോട്ടെ. നീ ജനിക്കുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയിലേക്ക് പൊക്കോട്ടെ. അമ്മയുടെ ഗർഭഗൃഹത്തിൽ ആ ഒരു ഇരുളും വെട്ടം ഒന്നും അറിയാതെ കിടക്കുന്ന നാളുകൾ വരെ നിൻ്റെ ആ തിരിഞ്ഞു നോട്ടം എത്തട്ടെ. അവിടെ ആരാ നിന്നെ സംരക്ഷിച്ചത്? അവിടെയും ഗുരു കൂട്ടുപിടിക്കുന്നത് മംഗളസ്വരൂപിയായി ശംഭുവിനെയാണ്. എന്തിനു പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുമ്പോൾ കൃതജ്ഞതയുടെ വഴിഞ്ഞു തൂവലാകണം പ്രാർത്ഥന എന്ന് ഗുരു ആഗ്രഹിച്ചു. നന്ദിയുള്ളവരായിരിക്കുക. നന്ദികെട്ട ഈ ലോകത്ത് നന്ദിയുള്ളവരായിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ ഗുരു ഊട്ടി ഉറപ്പിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നും മറക്കരുത് കേട്ടോ, എല്ലാതും ഓർമ്മയിലുണ്ടാകണം. ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയൻ്റെ പിണ്ടം എപ്പേരു മൺപൊടു വളർത്ത കൃപാലുവല്ലി. നീ എന്തൊരു കൃപാലുവാണ്, നീ എന്തൊരു കരുണാമയനാണ്. നീ കൃപാലുവായതുകൊണ്ടാണല്ലോ പാലാഴി മഥന സമയത്ത് ഓരോരോ നല്ല സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ദേവന്മാരെല്ലാവരും അടിച്ചുകൊണ്ട് പോയപ്പോൾ ലോകത്തെ തന്നെ ഇല്ലാണ്ടാക്കി കളയുന്ന കാളകൂട വിഷം പൊന്തി വന്നപ്പോൾ അതാർക്കും വേണ്ട. ബാക്കി എല്ലാവരും എടുത്തുകൊണ്ട് പോയി. എല്ലാവർക്കും വേണമായിരുന്നു, ഇടിയായിരുന്നു. ഈ വിഷം പൊന്തി വന്നപ്പോൾ ആർക്കും വേണ്ടായിരുന്നു. ആ വിഷം ലോക നന്മയ്ക്ക് വേണ്ടി, ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ട് അതിനെ അമൃത് പോലെ കുടിച്ചവനാണ് നീ. പക്ഷെ നിൻ്റെ മഹാത്യാഗത്തിന് നിനക്കൊരു പേര് വീണു, നീലകണ്ഠൻ. നിൻ്റെ കണ്ഠം അതിലൂടെ തന്നെ സുന്ദരമായി. നീ ചെയ്യുന്ന വലിയ വിഷം കുടിച്ചപ്പോഴും നീ സുന്ദരനായി തീർന്നു എന്നുള്ളതാണ്. ആ മഹാത്യാഗത്തിൻ്റെ സ്മരണയിലാണ് ഇന്ന് നമ്മൾ ശിവരാത്രി വ്രതം ആചരിച്ച് ആഘോഷിക്കുന്നത്. എത്ര വലിയ ത്യാഗമാണ് നീ ചെയ്തത്. ഒരാളെയോ രണ്ടാളെയോ അല്ല നീ രക്ഷപ്പെടുത്തിയത്, പ്രപഞ്ചത്തെ ആകവേ, ലോകത്തെ ആകവേ രക്ഷപ്പെടുത്തുന്ന മഹാത്യാഗത്തിൻ്റെ ഉടമയാണ് നീ. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, അനന്തമായ സമുദ്രത്തിലേക്ക് നോക്കുമ്പോൾ പോലും ആ സമുദ്രത്തിന് പോലും ഒരു വരമ്പുണ്ട്. കപ്പലിൽ കയറി പോയാൽ അറിയാം, അതിനുണ്ട് ഒരു വരമ്പ്, അപ്പുറത്തൊരു കര എന്ന് പറയും. ആ സമുദ്രത്തിന് പോലും അതിരുണ്ട്, പക്ഷെ നിൻ്റെ കാരുണ്യത്തിന് അതിരില്ല. സീമ നിനക്ക് നഹി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈശ്വര കാരുണ്യത്തിന് ഒട്ടും തന്നെ എന്തില്ല, അതിരില്ല. ആ അതിരില്ലാത്ത ഈശ്വര മഹിമാവിലൂടെ അനന്തമായിരിക്കുന്ന ജീവിതത്തെ യുക്തിഭദ്രമാക്കുകയും ഭക്തിസാന്ദ്രമാക്കുകയും വേണം. യുക്തി മാത്രമല്ല ഗുരു പറഞ്ഞത്, നമ്മുടെ ഭക്തിയിൽ യുക്തി ഉണ്ടാവണം. കണ്ണടച്ചുള്ള ഭക്തിയെ ഗുരു പ്രോത്സാഹിപ്പിച്ചില്ല. കണ്ണ് തുറന്ന് തന്നെ ഭക്തിയിലേക്ക് പോകൂ എന്നാണ് പറഞ്ഞത്. കണ്ണ് തുറന്ന ഭക്തി മതി, അന്ധമായ ഭക്തി വേണ്ട. അതുകൊണ്ടാണ് ഗുരു ഭക്തിക്ക് നിർവചനം കൊടുത്തപ്പോഴും ഭക്തിരാത്മാനുസന്ധാനം എന്ന് പാടിയത്.
അവിടെ നമ്മൾ കേട്ട് പരിചയിച്ച ഭക്തിയൊക്കെ പടിക്ക് പുറത്തായി. എന്താണ് യഥാർത്ഥ ഭക്തി? ആരാണോ അവൻ്റെ ശുദ്ധബോധത്തെ അനുസന്ധാനം ചെയ്യുന്നത്, ആരാണോ അവൻ്റെ ആത്മാവിലേക്ക് തിരിഞ്ഞ് ആത്മാവിൽ പ്രതിഷ്ഠിതമാകാൻ തുടങ്ങുന്നത്, അവൻ്റെ ഭാവമാണ് ഭക്തി എന്ന് ഗുരു അതുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ആധ്യാത്മികമായിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഒരു ആരംഭത്തിന്, ആത്മീയമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ തുടക്കത്തിന് അരുവിപ്പുറം പ്രതിഷ്ഠ ഒരു കാരണമായി എന്ന് നമുക്ക് പറയാം. ആ പ്രതിഷ്ഠയുടെ ആ തത്വത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്നും നമ്മൾ സഞ്ചരിക്കുന്നത് ലക്ഷ്യത്തിലെത്താൻ. ഞാനാകുന്ന ജീവനും ഈ ജനിമൃതികളിൽ നിന്നെല്ലാം മുക്തമായിട്ട്, വീണ്ടും വരാതെ, വീണ്ടും പോകാതെ, ആചാര്യസ്വാമികൾ പറയും പോലെ പുനരഭി മരണം പുനരഭി ജനനം പുനരഭി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദോസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. പുനരഭി മരണം, വീണ്ടും മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരുന്നത്. ഇതിനൊരു അറുതി വേണ്ടേ? ഇതിനൊരു അറുതി വേണം. ആ അറുതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അധ്യാത്മ സാധന ഗുരു തുടക്കമിട്ട് തന്നത്. നിനക്കും അങ്ങനെ ആയിത്തീരാൻ കഴിയും, നിനക്കും തൃപ്പാദങ്ങളെപ്പോലെ ആകാൻ കഴിയും, നിനക്കും ഈശ്വരനിൽ വിലയം പ്രാപിക്കാൻ കഴിയും, നിനക്കും പരബ്രഹ്മത്തിൻ്റെ സായുജ്യം അനുഭവിക്കാൻ കഴിയും. ജീവിതത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന നിവൃത്തി എന്ന് പറയുന്ന മോക്ഷം അതാണ്. ഗുരു നിത്യചൈതന്യതിയോട് ഒരു കുട്ടി ചോദിച്ചു, എന്താ മോക്ഷം എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെ കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു ഭാഷയിലൂടെ പറഞ്ഞു കൊടുക്കുക. നല്ല പല്ലുവേദന വന്നിരിക്കുമ്പോൾ എന്തൊരു വേദനയാണ് അല്ലേ മോളെ? ആണ്, നല്ല വേദനയാണ്. പിറ്റേ ദിവസം നമ്മൾ പല്ല് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് ഇഞ്ചക്ഷനൊക്കെ കുത്തിവെച്ച് കഴിയുമ്പോഴോ വേദന പോയി. അപ്പോൾ വേദനയിൽ നിന്നുള്ള മോക്ഷമായി. പല്ലുവേദന വന്നു, വേദനയിൽ നിന്ന് മോചനം കിട്ടി, അതാണ് മോക്ഷം. ഇത് എല്ലാ കാര്യങ്ങളിലും കൊച്ചു കൊച്ചു വേദനകൾ വരുന്നു, ആ വേദനകളിൽ നിന്നൊക്കെ മുക്തമാകുമ്പോൾ അതും മോക്ഷമാണ്. അതൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തിന് ആത്യന്തികമായ ഒരു ദുഃഖമുണ്ട്. ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതായിത്തീരുന്നത്, അതിലേക്ക് എത്തുന്നത് വരെ നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, ഈ ജീവിതം എന്തിനാണ്? എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട്? ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? ഇതെവിടെയെങ്കിലും എത്തുമോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ തുടക്കമാണ് ഗുരു ഇത്തരം സംരംഭങ്ങളിലൂടെ ഇട്ടു തരുന്നത്. ആ ആത്യന്തികമായിരിക്കുന്ന ദുഃഖത്തിൻ്റെ ശമനമാണ് എല്ലാ ശാസ്ത്രവും ഗുരുവചനങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ഒരു ശാസ്ത്രത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ ഭാസുരമാക്കാൻ ഈ ഗുരുദേവ കൃതികൾ എന്ന് പറയുന്ന ഈ കുഞ്ഞു ഗ്രന്ഥത്തിന് എന്തോരുണ്ട്? ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മളെ മുക്തമാക്കാൻ കഴിയും എന്നുള്ളതാണ്, ജനിമൃതികളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്, ജീവിതത്തിന് ഒരു ലക്ഷ്യം തരാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പുതിയ ജീവിതത്തിനും കൂടിയുള്ള തയ്യാറെടുപ്പുകളാണ്. പലപ്പോഴും അത് നിരാശയിൽ കലാശിക്കുമെങ്കിലും നമ്മൾ ഓരോ പുതുവർഷങ്ങളെയും നമ്മൾ വരവേൽക്കുന്നത് ഓരോ പുതിയ ജീവിത പാഠങ്ങളിലൂടെ പോകണമെന്ന കാൽവയ്പോട് കൂടിയിട്ടാണ്. അവിടെയൊക്കെ നമ്മുടെ കൂടെ ഒരു വേദമായി ഈ പുസ്തകമുണ്ടെങ്കിൽ ജീവിതത്തിന് തന്നെ, നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു തത്വവും ഒരു അനുഷ്ഠാനവും ഒരു ലക്ഷ്യവും കൈവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു ആ ആദി ഗുരുവിൽ, ആ ആദി ദൈവമായിരിക്കുന്ന ഈശ്വരാർപ്പിതമായിരിക്കുന്ന ഒരു ഗുരുവിലേക്ക്, ഈശ്വരനിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആ ഒരു ശിവതത്വത്തിൽ ഊന്നിയുള്ള ആ ശിവ പാദത്തിൽ വിലയം പ്രാപിക്കുന്ന ലക്ഷ്യമായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഗുരുവാണികൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ വസന്തകാലത്തെ സംഭാവന ചെയ്യട്ടെ, ഗുരു തന്നെ സംഭാവന ചെയ്യട്ടെ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ബാബുരാജൻ സാറിനോടുള്ള പ്രത്യേക സന്തോഷവും
സ്നേഹവും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇവിടെ പൂജനീയനായ സാറ് അടുത്ത ക്ലാസ് എടുക്കുവാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ് തുടങ്ങേണ്ടതുണ്ട്. എന്തായാലും ഇത്രയും സമയം സശ്രദ്ധം എന്നെ ശ്രവിച്ച ഓരോ ഗുരുപ്രേമികളോടുമുള്ള നന്ദിയും പ്രണാമവും രേഖപ്പെടുത്തി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.